ഭൂമിദേവിക്കും വരാഹമൂർത്തിക്കും ജനിച്ച അസുരനായിരുന്നു നരകാസുരൻ. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരബലത്താൽ താൻ മാതാവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും വധിക്കപ്പെടില്ല എന്നൊരനുഗ്രഹം നരകാസുരൻ നേടിയിരുന്നു. ഈ വരത്തിന്റെ മറവിൽ നരകാസുരൻ ലോകമെമ്പാടും വലിയ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു. ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ഉപദ്രവിച്ച നരകാസുരൻ 16,000 സ്ത്രീകളെ തടവിലാക്കുകയും അവരുടെ സ്വത്തുക്കളും ആഭരണങ്ങളും കവർന്നെടുക്കുകയും ചെയ്തു. ഇന്ദ്രലോകത്ത് നിന്ന് ദേവമാതാവായ അതിഥിയുടെ കുണ്ഡലങ്ങൾ അപഹരിക്കുകയും വരുണന്റെ ഛത്രം മോഷ്ടിക്കുകയും ചെയ്തു. നരകാസുരന്റെ അതിക്രമങ്ങൾ സഹിക്കാനാവാതെ ദേവന്മാരും ഋഷിമാരും ഭഗവാൻ കൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചു. നരകാസുരനെ വധിക്കാൻ കൃഷ്ണൻ തന്റെ പത്നി സത്യഭാമയോടൊപ്പം പ്രാഗ് ജ്യോതിഷപുരത്തേക്ക് പുറപ്പെട്ടു. സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമായതുകൊണ്ടാണ് നരകാസുരനെ വധിക്കാൻ കൃഷ്ണൻ സത്യഭാമയെ കൂടെ കൂട്ടിയത്. നരകാസുരനുമായുള്ള യുദ്ധത്തിൽ കൃഷ്ണൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നരകാസുരൻ കൃഷ്ണനെ മോഹാലസ്യനാക്കി. ഇതുകണ്ട സത്യഭാമ കോപാകുലയായി അസുരനുമായി നേരിട്ട് ഏറ്റുമുട്ടി. ഒടുവിൽ സത്യഭാമയുടെ അസ്ത്രത്താൽ നരകാസുരൻ വധിക്കപ്പെട്ടു. അങ്ങനെ തന്റെ മാതാവിൽ നിന്നല്ലാതെ മറ്റാരും തന്നെ വധിക്കില്ല എന്ന നരകാസുരന്റെ വരത്തിന് ഭംഗം വരാതെ തന്നെ അവൻ നിഗ്രഹിക്കപ്പെട്ടു. നരകാസുര വധത്തിനു ശേഷം കൃഷ്ണൻ 16,000 സ്ത്രീകളെ മോചിപ്പിക്കുകയും അവരെ തന്റെ പത്നിമാരായി സ്വീകരിക്കുകയും ചെയ്തു. നരകാസുരന്റെ ബന്ധനത്തിൽ നിന്നും മോചിതരായതിന്റെ സന്തോഷത്തിൽ ജനങ്ങൾ ദീപങ്ങൾ കൊളുത്തി ആഘോഷിച്ചു. ഈ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ദീപാവലി ആഘോഷിക്കുന്നത്.